എൻ്റെ മോളുണ്ടായപ്പോൾ ഞാൻ എന്നോട് തന്നെ ഒരു പ്രോമിസ് ചെയ്തു. എന്നെ വളർത്തിയ പോലെ ഞാൻ ഒരിക്കലും അവളെ വളർത്തില്ല എന്ന്. ജെൻറിൽ പാരൻറ്റിങ് വേണോ ട്രഡീഷണൽ പാരൻറ്റിങ് വേണോ എന്നൊന്നും എനിക്കൊരു ചോദ്യമേ ആയിരുന്നില്ല. ഒരു കാര്യം മാത്രം ക്ലിയർ ആയിരുന്നു, ഒരിക്കലും അവൾ എന്നെ പേടിച്ചനുസരിക്കുന്ന ഒരു കുട്ടിയാകരുത്. അതായിരുന്നു ഞാനെടുത്ത സ്റ്റാൻഡ്. പക്ഷേ അവൾ വളർന്നു വന്നപ്പോൾ ഞാൻ ചെയ്യില്ലാന്ന് തീരുമാനിച്ച അതേ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. അവളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ എനിക്കത് ഉടനെ കറക്റ്റ് ചെയ്യണം. എന്തോ ഒരു ഡെസ്പിറേഷൻ. കാമായിട്ട് പറയുന്നത് അവൾ കേൾക്കാതെ വരുമ്പോൾ എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള മെത്തേഡ്സിലേക്ക് ഞാൻ പോയി. വോയിസ് റേസ് ചെയ്യും, സ്റ്റെയർ ചെയ്യും, ത്രെറ്റൻ ചെയ്യും, അവളുടെ ഫേവറേറ്റ് തിങ്സ് തരില്ല എന്ന് പറയും. പിന്നെ ഗുഡ് ഗേൾസ് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള ക്ലാസിക് ലൈൻ. ഓഫ് കോഴ്സ് അവൾ കരയും, പക്ഷേ അനുസരിക്കും. എന്നിട്ട് ഞാൻ അവളെ സമാധാനിപ്പിക്കും. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് ശരിയാണോ? ഓരോ പ്രാവശ്യവും ഇങ്ങനൊരു ഇൻസിഡൻറ്റ് കഴിയുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി, ഞാൻ ശരിക്കും ഇമോഷണലി സ്ട്രോങ് ആയ ഒരു കുട്ടിയായിട്ടാണോ എൻ്റെ മോളെ വളർത്തുന്നത്, അതോ ജസ്റ്റ് ഒരു ഒബീഡിയൻറ്റ് ചൈൽഡായിട്ടാണോ? ആക്ച്വലി ഒബീഡിയൻസ് രണ്ട് വിധത്തിലുണ്ട്, കണക്ഷൻ ബേസ്ഡ് ഒബീഡിയൻസ് ആൻഡ് ഫിയർ ബേസ്ഡ് ഒബീഡിയൻസ്. ഇത് രണ്ടും പുറമേന്ന് സെയിം ആയിട്ട് തോന്നും, പക്ഷേ ഇൻറ്റേർണലി ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ടൈം എടുക്കും, പക്ഷേ ഫിയർ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തരും. അത് തന്നെയാണ് ഇവിടുത്തെ ഡേഞ്ചറും. പ്രത്യേകിച്ച് നമ്മൾ ടയേർഡായിരിക്കുമ്പോഴും തിരക്കിലാണെങ്കിലും നമുക്ക് ഡിസ്കഷനും എക്സ്പ്ലനേഷനും ഒന്നും താല്പര്യം ഉണ്ടാവില്ല, കോപ്പറേഷൻ മാത്രം മതി. ആൻഡ് ഫിയർ അത് പെട്ടെന്നുണ്ടാക്കും. സീരിയസ്ലി ഫിയർ വർക്ക്സ് ഫാസ്റ്റർ ദാൻ കണക്ഷൻ. ഫോർ എക്സാമ്പിൾ, റോഡിൽ കൂടി ഓടുന്ന മോളോട് ഞാൻ കാമായിട്ട് മോളെ ഓടാതെ പതിയെ നടക്ക് വീഴും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൾ കേട്ടു എന്ന് വരില്ല. പക്ഷെ ഞാൻ സ്ട്രോങ് ആയിട്ട് വോയിസ് റേസ് ചെയ്ത് ഓടാതെ മര്യാദയ്ക്ക് നടക്ക് എന്ന് പറഞ്ഞാൽ അവൾ സ്റ്റോപ്പ് ചെയ്യും. ആ മൊമെൻറ്റിൽ നമുക്ക് തോന്നും ഇവരോട് കാമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പേടിപ്പിക്കുന്നതാണ് എഫക്റ്റീവ് എന്ന്. പക്ഷെ ശരിക്കും അവളവിടെ സ്റ്റോപ്പ് ചെയ്തത് റോഡ് ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാക്കിയിട്ടല്ല, എന്നെ പേടിച്ചിട്ടാണ്. സോ അപ്പോൾ അവളവിടെ പഠിച്ചത് റോഡ് ഡേഞ്ചറസ് ആണെന്നല്ല, അമ്മ ദേഷ്യപ്പെട്ട ഡേഞ്ചറസ് ആണെന്നാണ്. നിങ്ങളും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടികൾ നമ്മുടെ ഫേസിലെ എക്സ്പ്രഷൻ നോക്കിയിട്ട് ബിഹേവിയർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, വോയിസിന് ടോൺ ചേഞ്ച് ആയാൽ പെട്ടെന്ന് സൈലൻ്റ് ആവുന്നത്, തെറ്റെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ സോറി പറയുന്നത്. നമ്മളിത് ഡിസിപ്ലിൻ ആണെന്ന് വിചാരിക്കും, പക്ഷേ പലപ്പോഴും ഇത് ഡിസിപ്ലിൻ അല്ല, ഫിയറാണ്. ഫിയർ റെസ്പെക്റ്റ് പോലെ തോന്നും, അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളത് തിരിച്ചറിയാതെ പോകുന്നത്. പക്ഷേ ഫിയർ യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾ രണ്ട് കാര്യങ്ങൾ പഠിക്കും. ഒന്ന്, അവരെക്കാൾ പവർഫുള്ളായ ആളെ അനുസരിക്കണമെന്ന്. രണ്ട്, പവർഫുൾ അല്ലാത്ത ആളെ അനുസരിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഞാനിത് റിയലൈസ് ചെയ്തപ്പോൾ എനിക്ക് തന്നെ ഡൗട്ട് തോന്നി, അപ്പോൾ ശരിക്കും മോൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണോ അതോ പേടിച്ചിട്ടാണോ എന്ന്. ബിക്കോസ് പുറമേന്ന് രണ്ടും സെയിം ആയിട്ടേ തോന്നൂ, പക്ഷെ ഉള്ളിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇനിയൊരു കാര്യം പറയട്ടെ, ഇമോഷണലി സ്ട്രോങ് ആയ കുട്ടികൾ എപ്പോഴും കൺവീനിയൻ്റ് ആകാറില്ല. അവർ ക്വസ്റ്റ്യൻ ചെയ്യും, ആർഗ്യൂ ചെയ്യും, നോ പറയും. ചിലപ്പോൾ നമുക്കത് ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് തോന്നും, പ്രത്യേകിച്ച് നമ്മൾ ടയേർഡായിരിക്കുമ്പോൾ. ബിക്കോസ് അപ്പോൾ നമുക്ക് ഇമോഷണൽ സ്ട്രെങ്ത് അല്ല വേണ്ടത്, സൈലൻസ് ആണ്, കോപ്പറേഷനാണ്, ക്വിക്ക് കംപ്ലയിൻസ് ആണ്. ഒബീഡിയൻസ് അത് പ്രൊവൈഡ് ചെയ്യും, പക്ഷേ ലോങ് ടേമിൽ നമുക്ക് അതാണോ വേണ്ടത്? എൻ്റെ മോള് ഞാൻ പറയുന്നത് ഒന്നും മിണ്ടാതെ അനുസരിക്കുന്ന ഒരു കുട്ടിയാകണോ, അതോ ശരിയല്ല എന്ന് തോന്നിയാൽ എന്നോടായാൽ പോലും നോ പറയാൻ കഴിയുന്ന ഒരു കുട്ടിയാകണോ എന്ന് ഞാൻ ചിന്തിക്കണം. ബിക്കോസ് നോ പറയണമെങ്കിൽ ഇമോഷണൽ സ്ട്രെങ്ത് വേണം, ആൻഡ് അതൊരിക്കലും പേടിയിൽ നിന്നുണ്ടാവില്ല. ലെറ്റ് മീ മേക്ക് ദിസ് ക്ലിയർ. കുട്ടികൾക്ക് ബൗണ്ടറീസ് വേണം, സ്ട്രക്ചർ വേണം, കറക്ഷൻ വേണം. പക്ഷേ ഫിയർ ബേസ്ഡ് ഡിസിപ്ലിൻ ആൻഡ് കണക്ഷൻ ബേസ്ഡ് ഡിസിപ്ലിൻ രണ്ടും രണ്ടാണ്. ഫിയർ ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്യും, പക്ഷേ കണക്ഷൻ ബിഹേവിയർ മനസ്സിലാക്കാൻ സഹായിക്കും. ഫിയർ സൈലൻസ് ഉണ്ടാക്കും, കണക്ഷൻ സ്ട്രെങ്ത് ഉണ്ടാക്കും. ഇത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇൻറ്റൻഷനലി കുറച്ച് ചേഞ്ചസ് വരുത്തി. ഫസ്റ്റ്,
ഞാൻ ബിഹേവിയർ കറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു, ഇമോഷനല്ല. മോള് ദേഷ്യം കാണിച്ചാൽ ഞാനത് സ്റ്റോപ്പ് ചെയ്യാൻ പറയാറില്ല, പക്ഷേ അതിന് ടോയ്സ് എടുത്തെറിയാൻ ഞാൻ അലൗ ചെയ്യില്ല. ഇമോഷൻസ് സേഫാണ്, പക്ഷേ റോങ് ബിഹേവിയർ കറക്റ്റ് ചെയ്യണം. സെക്കൻഡ്, ഞാൻ വോയിസ് റേസ് ചെയ്യുന്നതിന് പകരം വോയിസ് ലോവർ ചെയ്യാൻ ട്രൈ ചെയ്തു. ഇത് നാച്ചുറൽ അല്ല, എഫേർട്ട് എടുക്കണം. പക്ഷെ ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഞാൻ കാമായിട്ടിരിക്കുമ്പോൾ മോൾ കൂടുതൽ കേൾക്കുന്നുണ്ട്. ബിക്കോസ് അപ്പോൾ അവൾക്ക് പേടിയില്ല, ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നവൾ ചിന്തിക്കുന്നില്ല, അവൾ സേഫാണ്. തേർഡ്, ഞാൻ ഡിസഗ്രിമെൻ്റ് അലൗ ചെയ്യും. മോൾക്കൊരു കാര്യം ഇഷ്ടമായില്ലെങ്കിൽ അത് പറയാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ അതിനെ ബേസ് ചെയ്ത് എപ്പോഴും ഞാൻ എൻ്റെ ഡിസിഷൻ മാറ്റാറില്ല. അവൾക്ക് ഡിസഗ്രി ചെയ്യാൻ പറ്റേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് എൻ്റെ ഗോൾ എഗ്രിമെൻ്റ് അല്ല, ഇമോഷണൽ സ്ട്രെങ്ത് ആണ്. ആക്ച്വലി നല്ല കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഒബീഡിയൻറ്റ് ചൈൽഡാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ ഗോൾ അതല്ല. എൻ്റെ മോള് ഞാനുള്ളപ്പോൾ മാത്രം നന്നായിട്ട് ബിഹേവ് ചെയ്താൽ പോരാ, ഞാൻ ഇല്ലാത്തപ്പോഴും ശരിയായ ഡിസിഷൻ എടുക്കാൻ അവൾക്ക് പറ്റണം. ആരും ഗൈഡ് ചെയ്യാനില്ലെങ്കിലും ശരിയായത് ചൂസ് ചെയ്യാൻ അവൾക്ക് പറ്റണം. അതാണ് റിയൽ സ്ട്രെങ്ത്. അതിന് ഒബീഡിയൻസ് മാത്രം പോരാ, ഇമോഷണൽ സ്ട്രെങ്ത് വേണം. അതിന് ഞാൻ അവളെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല, പകരം ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. ബിക്കോസ് ഫിയർ എൻ്റെ പ്രസൻസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, പക്ഷേ ട്രസ്റ്റ് എൻ്റെ ആബ്സെൻസിലും വർക്ക് ചെയ്യും. ഞാനിപ്പോഴും ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഞാനും മിസ്റ്റേക്സ് വരുത്തും. പക്ഷേ ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട്. എനിക്ക് ഒബീഡിയൻ്റ് ആയ കുട്ടിയെ അല്ല വളർത്തേണ്ടത്, ഇമോഷണലി സ്ട്രോങ് ആയ ഹ്യൂമൻ ബീയിങ്ങിനെയാണ് വളർത്തേണ്ടത്. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ കമൻസിൽ പറയൂ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒബീഡിയൻ്റ് ആയ കുട്ടികളെയാണോ നമുക്ക് വേണ്ടത്, അതോ ഇമോഷണലി സ്ട്രോങ് ആയ കുട്ടികളെയാണോ? ഇതുപോലെ നമ്മളെല്ലാവരും ചിന്തിക്കുന്നതും എന്നാൽ അധികമാരും സംസാരിക്കാത്ത ടോപ്പിക്സാണ് ഞാനിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ മറ്റ് പേരൻസിന് ഷെയർ ചെയ്യണം. ബിക്കോസ് ഇതുപോലുള്ള ചെറിയ അവെയർനെസ്സാണ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ ഷേപ്പ് ചെയ്യുന്നത്. സീ യു അഗെയിൻ.